ഹലോ, അപ്പോഴേ ഇന്ന് നമ്മൾ കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയതും അതേപോലെ തന്നെ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതുമായ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുത്താലോ. ഇതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റും പിന്നെ അതേപോലെ ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കണത്. ക്യാരറ്റും ഉരുളൻകിഴങ്ങൊക്കെ ദിവസേന നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ദഹനം വർദ്ധിപ്പിക്കാനും അതേപോലെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനൊക്കെ പിന്നെ സൗന്ദര്യത്തിനൊക്കെ ക്യാരറ്റ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചോപ്പറിലിട്ട് പൊടിപ്പൊടിയായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചോപ്പറില്ലാത്ത ആൾക്കാർ കൈ കൊണ്ട് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനി ഞാൻ ഈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കത്തി വെച്ചിട്ട് അരിയാൻ മടിയുള്ള ആൾക്കാർ നമ്മുടെ ആ ഒരു ഗ്രേറ്റർ പോലത്തെ സാധനം ബ്ലേഡ്, അപ്പോൾ അതിലിട്ടിട്ടായാലും അങ്ങനെ ചീകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം കിട്ടും. അപ്പോൾ അത് ഇത്രയും മതിയാവും. നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഉരുളൻകിഴങ്ങ് ഇതേപോലെ വഴറ്റി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ഞാൻ ഗോതമ്പ് പൊടി എടുത്തേക്കണം. 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് കൂടുതൽ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു മുട്ടയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളിത് മിക്സിയിലിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ മിക്സിയിലിട്ട് നേരിട്ട് തന്നെ പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കട്ട കെട്ടിയ പോലെ ആകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്ന് ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അയമോദകം ഗ്യാസ് ട്രബിൾ കുറക്കാനും പിന്നെ അതേപോലെ തടിയും കുടവയറൊക്കെ കുറക്കാനായിട്ട് അയമോദകം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ എള്ളില്ലേ, എള്ളാണെങ്കിൽ സന്ധിവേദനയ്ക്കും വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്കൊക്കെ എള്ളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത് നല്ലതായിരിക്കും. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചുരുക്കി പറയണമെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുത്താലോ. അപ്പം ഞാൻ ഇതിനായിട്ട് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീർദോശ പോലെയൊക്കെ ചുട്ടെടുക്കാമല്ലോ. വെള്ളം കുറച്ചും കൂടി കൂട്ടിയിട്ട് ആണെങ്കിൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ നീർദോശ പോലെ ഒന്നും ചുടില്ല, ചെറുതായിട്ടാണ് ചുട്ടെടുക്കണത്. എന്നിട്ട് ഞാൻ നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ ചേർത്ത്. ഞാനിപ്പോൾ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ്. അരിഞ്ഞപ്പോൾ ഇത്തിരി കൂടിപ്പോയി, അതുകൊണ്ടിട്ടാണ്. എന്നിട്ട് തിരിച്ചും മറിച്ചിടക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എപ്പോൾ നോക്കിയാലും ചപ്പാത്തി ആയിരിക്കുള്ളൂ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കണത്. പിന്നെ ചപ്പാത്തി അല്ലെങ്കിൽ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കും. അതൊക്കെ കുഴച്ചും പരത്തിയൊക്കെ എടുക്കണ്ടേ. ഇതാകുമ്പോൾ കുഴക്കണ്ടേയും പരത്തേണ്ട ഒരു ആവശ്യമില്ല. ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിന് കറിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ. കുറച്ച് അധികം നെയ്യാണ് ഒഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചിട്ടല്ല, ഓയിൽ ഒഴിച്ചിട്ടാണ് ചെയ്തെടുക്കണത്. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിക്കാലത്തേക്ക് ഇതാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിന്നോ ഗോതമ്പ് ദോശയെന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാവുന്ന സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ബൈ ബൈ, താങ്ക് യു.